കഅബത്തിന്റെ മുറ്റത്ത് കഅബയുടെ വാതിലിന്റെ മുമ്പിൽ കൊണ്ട് കിടത്തിയിട്ട് ആ കുഞ്ഞിൻ കൈവെള്ളയിൽ ഇരിക്കുന്ന കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, മുഹമ്മദ്. സ്വലാത്ത് ചൊല്ലുക, മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തവാഫ് ചെയ്തുകൊണ്ടിരുന്ന അറബികൾ ചോദിച്ചു, അല്ല അബ്ദുൽ മുത്തലിബേ, നിങ്ങൾ എന്തേ അങ്ങനെ ഒരു പേര് വിളിച്ചത് നിങ്ങളുടെ കുട്ടിക്ക്? നിങ്ങൾ എന്തേ അങ്ങനെ ഒരു പേര് വിളിച്ചത്? അങ്ങനെ ഒരു പതിവ് അറബികളിൽ ഇല്ല. പിതാമഹന്മാരുടെ പേരുകളാണ് വിളിക്കാറുള്ളത്, അല്ലെങ്കിൽ ഗോത്ര നേതാക്കന്മാരുടെ പേരുകളാണ് വിളിക്കാറുള്ളത്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വിളിച്ചതെന്ന് പറഞ്ഞപ്പോ ആ വന്യവയോധികൻ സന്തോഷത്തിന്റെ കണ്ണുനീർ തുള്ളികൾ തൂകിക്കൊണ്ട് കഅബത്തിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് കുഞ്ഞിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, അതിന്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്. എന്റെ മകനെ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും സ്തുതിക്കട്ടെ എന്ന് ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് യാദൃച്ഛികമായല്ല മുഹമ്മദ് എന്ന് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു സഫൽ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ അറാഫ് 157-ാമത്തെയും 58-ാമത്തെയും ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ കൈവെള്ളയിലിരുന്ന് പുഞ്ചിരിക്കുന്ന ആ സുന്ദര മകനായ മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ട ആ പ്രവാചകൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫലസ്തീനിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹസ്രത്ത് ഈസാ നബി അലൈഹിസ്സലാം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു എന്ന് ഖുർആൻ. വഇദ് ഖാല ഈസ ഇബ്നു മറിയമ യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. വഇദ് ഖാല ഈസ ഇബ്നു മറിയമ, മറിയമിന്റെ പുത്രൻ ഈസ പറഞ്ഞ സന്ദർഭം, യാ ബനീ ഇസ്രായേൽ, ഓ യാക്കൂബ് നബിയുടെ മക്കളെ, ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തെ ശരിവെച്ച് കൊണ്ടുവന്ന പടച്ചവന്റെ ദൂതനാണ് ഞാൻ. വമുബശ്ശിറൻ ബിറസൂൽ, ഒരു നബിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സന്തോഷം പറഞ്ഞു തരാം. യഅതി, പ്രവാചകൻ വരാനുണ്ട്, മിൻ ബഅദി, എനിക്ക് ശേഷം വരാനുണ്ട്. ഇസ്മുഹു, ആ പ്രവാചകന്റെ പേര് അഹ്മദ്, അഹ്മദ് എന്നാണെന്ന് ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു എന്ന് ഖുർആനിലെ സൂറത്ത് സഫിൽ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ചൊല്ലൂ, നബി മുഹമ്മദ് മുസ്തഫ. ചിലർ ചോദിക്കാറുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എന്തിനാ ഇങ്ങനെ പറയുന്നേ? സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ ഭൗതിക രൂപം ചരിത്രം അറിയുന്നതിന് മുമ്പ് 500 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലിയ തടാകത്തിന്റെ തീരത്തും ജെറൂസലേമിലും വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഖുർആനാണ്. വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്നോട് ഈ പ്രസംഗം തീരുന്നതിന് മുമ്പ്. സംശയം ഉണ്ടോ ചോദിക്കോളെ. ഇരിക്കുന്ന ഹാഫിളുണ്ട്. ഇനി സൂറത്തിൽ നിങ്ങൾക്ക് അടുത്ത് നോക്കിയാൽ 7-ാമത്തെ സൂറത്തിൽ വ്യക്തമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم بالتوراة والإنجيل. അവരുടെ കൈവശമുള്ള തൗറാത്തിലും അവരുടെ കൈവശമുള്ള ഇഞ്ചീലിലും എഴുതി വെക്കപ്പെട്ട നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തൗറാത്തിൽ നബിയുടെ പേരുണ്ട്, ഇഞ്ചീലിൽ നബിയുടെ പേരുണ്ട്. ആര് പറഞ്ഞു? ഖുർആനിനകത്ത് അല്ലാഹു വ്യക്തമാക്കി പറഞ്ഞു. അപ്പൊ മുഹമ്മദ് നബിയെ അബ്ദുൽ മുത്തലിബ് ചെന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന് പേര് വിളിക്കുന്നതിന് മുമ്പ് ലോകത്തിന് മുഹമ്മദ് നബിയെ പരിചയമുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഹമ്മദ് നബിയെ പരിചയമുണ്ടായിരുന്നു, പക്ഷേ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ലോകത്തിന് പരിചയമുണ്ടായിരുന്ന ഒരു മുസ്ലിമായ ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കൽ നിർബന്ധമാണ്, ഖുർആനിൽ വിശ്വസിക്കുന്നത്. ഇനി വേറെ കാര്യം പറയട്ടെ, ഇടയ്ക്ക് വേറെ കാര്യം കൂടെ പറയട്ടെ. നബിയുടെ ശിഷ്യന്മാരെ കുറിച്ച് പോലും തൗറാത്തിലുണ്ടായിരുന്നു. അങ്ങനുണ്ടോ? നബിയുടെ ശിഷ്യന്മാരെ കുറിച്ച് പോലും തൗറാത്തിലുണ്ടായിരുന്നു. ആരെ കുറിച്ച്? بكر وعن عمر وعن علي وعن عثمان ذا الكرم مولاي صل وسلم
അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അബൂബക്കറിനെ കുറിച്ച് തൗറാത്തിൽ ഉണ്ടായിരുന്നു. ഖുർആൻ ആയത്ത് ഓതാതെ വിടില്ല മുസ്ലിയാരെ, നിങ്ങൾക്ക് ചോദിച്ചേക്കാം. ഓതിത്തരാം, ഞാൻ ആയത്ത് ഓതിത്തരാം. ഉമറുൽ ഫാറൂഖിനെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കുകയാണ് രണ്ടുപേര്. മുത്തേ, ഈ പ്രപഞ്ചമാകുന്ന പനനീർപ്പൂവനം വസന്തത്തിന് വേണ്ടി കരഞ്ഞപ്പോ അല്ലാഹു നൽകിയ വസന്തമേ, വസന്തോത്സവമേ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലേ, സിയാറത്തിന് പോകുമ്പോ നിങ്ങൾ അവിടെ മദീന പള്ളി കയറിയിട്ടില്ലേ? കേറുമ്പോ അവിടുത്തെ പോലീസുകാര് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ എങ്ങനാ പോകുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മദീനത്തെ റൗളയിൽ ഡ്യൂട്ടിയുള്ള പോലീസുകാർ ആദ്യം ചെന്ന് പറയും, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ്. പോവാ, ഒപ്പിടുന്ന അങ്ങനാണ്. എന്നിട്ട് അടുത്ത ആൾക്കാർ വരും. അടുത്ത ഡ്യൂട്ടിക്കാർ സ്റ്റാർ ഉള്ളവരാണ്, SP റാങ്കിന് മേലാണ്, ചീഫാണ്, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവര് ഡ്യൂട്ടി കയറുന്ന എങ്ങനെ? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ്. അവർക്ക് സലാം പറഞ്ഞിട്ടാണ് ഡ്യൂട്ടിയിലേക്ക് കടക്കുന്നത്. നിങ്ങൾക്കറിയാം, അവർ രണ്ടുപേരും റസൂലുള്ളാഹിന്റെ ചാരത്ത് കിടക്കുന്നു. അവരെ കുറിച്ച് തൗറാത്തിലുണ്ട്, ഉസ്മാനെ കുറിച്ച് തൗറാത്തിലുണ്ട്, അലി ഇബ്നു അബീ താലിബിനെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും ഉണ്ടെന്ന് ഖുർആനിൽ നിങ്ങൾക്ക് കാണാം. എവിടെ പറഞ്ഞു അത്? ഖുർആനിലേക്ക് നമ്മൾ വരും, ശ്രദ്ധിക്കണം മക്കളെ. എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഹിഫ്ള് കുറച്ചൊക്കെ കിട്ടൂല്ലേ? എല്ലാവർക്കും അറിയാം. പേടി ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമ്പോ പേടിയാ. തുടക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുകഅൻ സുജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിളവാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ് ദാലിക മഥലുഹും ബിത്തൗറാത്ത് വമഥലുഹും ബിൽ ഇൻജീലി കസറഇൻ അഖ്റജ ശത്അഹു ഫആദറഹു ഫസ്തഗ്ലദ ഫസ്തവ അലാ സൂഖിഹി യുഅജിബു الزراء ليغيظ بهم الكفار. ഈ സൂറത്ത് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? സൂറ ഏതാ? സൂറത്തുൽ അൽഹംദുലില്ലാഹ്. ഖുലു തക്ബീർ. ഞാൻ ഓതി തെറ്റിയാൽ തിരുത്തി തരാൻ ഇരിക്കുന്നു ഹാഫിളീങ്ങൾ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മുറ്റത്ത് സഹസ്രകോടി മലക്കുകൾ പ്രവാചകന്റെ മദ്ഹ് കേൾക്കാൻ, അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ കാതോർത്തിരിക്കുന്നത് നമുക്ക് അല്ലാഹു തുണയായിരിക്കട്ടെ. മുഹമ്മദ് മുസ്തഫ എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? ഞാൻ ഡയറക്റ്റ് അർത്ഥം പറയാം. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ്. ഖുർആൻ തീർന്നില്ല. വല്ലദീന മഅഹു, മുഹമ്മദിനോടൊപ്പമുള്ളവരും. മുഹമ്മദിനോടൊപ്പമുള്ളവരാരാണ്? ആരാണ് ഒപ്പമുള്ളവർ? ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്കറിയില്ലേ? ഒരു മരത്തിൽ കുറച്ച് പക്ഷികൾ, അതിന്റെ ചുവട്ടിൽ നിന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, തൂബായാ തയർ, തൂബായാ തയർ, പക്ഷി നീ എത്ര ഭാഗ്യവാനാണ്, എത്ര സന്തോഷവാനാണ്. നീ മരത്തിന്റെ പഴം തിന്നുന്നു, അതിന്റെ തണല് കൊള്ളുന്നു. പരലോകത്ത് നിന്നെ ഹാജരാക്കുമ്പോ നിനക്ക് വിചാരണയില്ലല്ലോ. അബൂബക്കർ നിന്നെ പോലെയായെങ്കിൽ എത്ര നന്നായനെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖുൽ അക്ബർ നബിയോടൊപ്പമുള്ള ആളാണ്. പക്ഷി എടുത്ത് പറയാ, മരത്തിൽ നിന്ന് പഴം തിന്നുന്ന പക്ഷി നോക്കിയിട്ട് പറഞ്ഞ, പക്ഷി നീ എത്ര ഭാഗ്യവാനാണ്,
നീ തിന്നുന്നു, അതിന്റെ തണലും കൊള്ളുന്നു. പക്ഷേ നീ എത്ര ഭാഗ്യവാനാണ്, പരലോകത്ത് നിനക്ക് വിചാരണയില്ല. പിന്നെയോ ഉമറിനെ നിങ്ങൾക്ക് കാണാം, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറിന്റെ ഭരണകാലത്തെ രാത്രിയിൽ ഒരു വീട്ടിൽ ഒരു ചെറ്റപ്പുരയിലേക്ക് ഉമർ കടന്നു ചെല്ലുന്നു. തൽഹത്ത് റളിയല്ലാഹു അൻഹു ആദ്യ ദിവസം കാണുന്നു ഒരു ചെറ്റപ്പുരയിൽ ഉമർ കടന്നു ചെല്ലുന്നത്. ചെറിയൊരു സംശയം തൽഹത്തിനില്ലാതില്ല, തൽഹത്തിനൊരു ചെറിയ സംശയമില്ലാതില്ല. അടുത്ത ദിവസം എന്തെന്നറിയാൻ കാത്തു നിന്നു. അടുത്ത ദിവസവും വന്നു ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതമുള്ള ഒരു സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ അൽ ഫാറൂഖ് വന്നു. അടുത്ത ദിവസം ആ ചെറ്റപ്പുരയ്ക്കകത്ത് കടന്നു. തൽഹത്തിന്റെ നെഞ്ചിരിക്കാൻ തുടങ്ങി. ഇദ്ദേഹം പകൽ മാന്യനെങ്ങാനമാണോ, രാത്രി സമയത്ത് വല്ല മോശ സ്വഭാവം ഇദ്ദേഹത്തിൽ ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ ഞാൻ വിടില്ല. റസൂലിൽ നിന്ന് ഇൽമ പഠിച്ചയാളാണ് തൽഹത്ത്, മുത്ത് റസൂലിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിച്ച ആളാണ് തൽഹത്ത്. ആ മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു ഏതായിരുന്നാലും പരിശോധിക്കുക തന്നെ. കാരണം തൽഹത്ത് റളിയല്ലാഹു അൻഹു ആ വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കുന്നു. ഉമർ അൽ ഫാറൂഖ് പോയി കഴിഞ്ഞപ്പോ ആ വീട്ടിലേക്ക് തൽഹത്ത് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. ഒരു ചെറിയ ചെറ്റപ്പുരയാണ്. പതുക്കെ തുറന്നകത്തേക്ക് നോക്കുമ്പോ തഴവ ഉസ്താദ് പറയുന്നുണ്ട്, പനനാര് കൊണ്ട് മെടഞ്ഞെടുത്തൊരു കട്ടില, ഈ തപ്പനയുടെ നാര് കൊണ്ട് മെടഞ്ഞ ഒരു കട്ടിലിനകത്ത് പഴയ മുണ്ടും മൂടിക്കാതി കുഴിഞ്ഞുപോയ, അതേപോലെ തന്നെ കവളൊട്ടിപ്പോയ, കണ്ണ് കുഴിഞ്ഞുപോയ ഒരു 80 വയസ്സ് കഴിഞ്ഞൊരു വെറുതെ കിടക്കുകയാണ്. തഴവയുടെ മവാഹിബിൽ നിങ്ങൾക്ക് കാണാം. തൽഹത്ത് എന്നിട്ട് ചോദിച്ചു, ഉമ്മി യാ ഉമ്മി ഖുമി, ഒന്ന് എഴുന്നേക്കുമോ? മോനെ എഴുന്നേക്കാൻ പറ്റില്ല, കൈ തളർന്നു പോയി, കാല് തളർന്നു പോയി. തൽഹത്തിന്റെ സംശയം, പിന്നെ ആഹാരം എങ്ങനെയാണ് കഴിക്കുന്നത്? നിങ്ങൾക്ക് മലമൂത്ര വിസർജാദികൾക്ക് പുറത്തു പോവേണ്ടേ, എങ്ങനെയാണ് പോകുന്നത്? പുറത്തു പോകാറില്ല, കട്ടിൽ കിടന്നാണ് ഞാൻ വിസർജിക്കാറുള്ളത്. ഒരു ചട്ടി താഴെ കാണാം, ആ ചട്ടിയിലേക്ക് എന്റെ വിസർജ്യങ്ങൾ വീഴാറുണ്ട്. ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് സഹായത്തിനാരാണുള്ളത്? മകനുണ്ടോ? ആരുമില്ല, അല്ലാഹ് അല്ലാതെ. മകളുണ്ടോ? ആരുമില്ല. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ എന്നും രാത്രി ഇവിടെ കടന്നു വരാറുണ്ട്. തൽഹത്തിന്റെ കയ്യിലിരുന്ന വിളക്ക് വിറച്ചുപോയി, തൽഹത്തിന്റെ കണ്ണ് നനഞ്ഞുപോയി, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. എന്നും ഒരു ചെറുപ്പക്കാരൻ ഈ വീട്ടിൽ കടന്നു വരാറുണ്ട്. കാഷ്ടവും മൂത്രവും വീണ് കിടക്കുന്ന ചട്ടിയെടുത്ത് അറപ്പും വെറുപ്പും കൂടാതെ പുറത്തേക്ക് കൊണ്ടുചെന്ന് അത് കഴുകിയിട്ട്, അത് കളഞ്ഞ് കഴുകിയിട്ട് ചട്ടി വീണ്ടും വൃത്തിയാക്കി കൊണ്ടുവെക്കാറുണ്ട്. കാഷ്ടവും മൂത്രവും പുരണ്ട എന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി നല്ല വസ്ത്രം ധരിപ്പിക്കാറുണ്ട്. സന്തോഷമുള്ള വർത്തമാനം എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തൽഹത്ത് ചോദിച്ചു, ഉമ്മ അദ്ദേഹത്തിന്റെ പേരെന്തെന്നുമ്മ ആ ആളോട് ചോദിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ ചോദിച്ചെങ്കിലും ഉമ്മയുടെ ഒരു മകനാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ കൈസറിന്റെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ പോയി ആ ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞാൽ ആ കൊട്ടാരം വിറച്ചു പോകും. അതേപോലെ തന്നെ റോമാ ഭരണാധികാരിയുടെ ദർബാറിൽ പോയി ആ ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞാൽ നക്ഷത്ര ചിത്രങ്ങളാൽ അലങ്കൃതമായ പരവതാനിൽ ഇരിക്കുന്ന മന്ത്രിമാര് പോലും വിറച്ചു പോകും. മഗ്രിബ് മുതൽ മശ്രിഖ് വരെയുള്ള ലോക മുഅ്മിനീങ്ങളുടെ നേതാവ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അരെ തഴവ ഇത്രേ കഥ പറഞ്ഞിട്ട് അതിനകത്ത് ലാസ്റ്റ് വരിയുണ്ട്, ഈരേതിൽ മുളപ്പിക്കുവാൻ ഒരു മണ്ണിനും കഴിയില്ലടോ, പ്രസവിക്കുവാൻ ഒരു പെണ്ണിനും. ഇതുപോലത്തെ ഒരു പൊന്നുമോനെ പ്രസവിക്കാൻ ഒരു പെണ്ണിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇതുപോലത്തെ ഒരു പൊന്നുമോനെ മുളപ്പിക്കാൻ മണ്ണിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ്.
അങ്ങനത്തെ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും തൽഹത്തും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും സഅദും സഈദും സുബൈറും തുടങ്ങിയ ലക്ഷക്കണക്കിന് മരുനരന്മാർ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദും വല്ലദീന മഅഹു മുഹമ്മദിനോടൊപ്പമുള്ളവരും ഖുർആൻ മുഹമ്മദിനോടൊപ്പമുള്ളവരും അശിദ്ദാഉ അലൽ കുഫാർ സത്യനിഷേധികളോട് കഠിനമായി സമരം ചെയ്യുന്നവരാണ്. റുഹമാഉ ബൈനഹും അവർ പരസ്പരം കരുണയുള്ളവരാണ്. തറാഹും അവരെ കാണാം റുക്അൻ സുജദാ റുകൂ ചെയ്യുന്നവരായും സുജൂദ് ചെയ്യുന്നവരായും അവരെ കാണാം. യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന അതുകൊണ്ട് അവർ അല്ലാഹുവിന്റെ പ്രീതിയും അവന്റെ തൃപ്തിയും മാത്രമാണ് ആഗ്രഹിക്കാറുള്ളത്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു തറാഹും റുക്അൻ സുജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന അല്ലാഹുവിന് സുജൂദും റുകൂഉം ചെയ്യുന്ന അവര് അവന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് അവന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവര് ദാലിക ഈ പറഞ്ഞത് മസലുഹും അവർക്കുള്ള ഉപമയാണ് ഫി തൗറാത്തി തൗറാത്തിലെ ഖാല അല്ലാഹു അസ്സ വജൽ ഫി തൗറാത്തി അങ്ങനല്ലേ ഉസ്താദേ അർത്ഥം അങ്ങനല്ലേ